BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ബെന്നി തോമസിനെ ബന്ധു എന്ന നിലയിൽ അല്ല നിയമിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡ് ന്യായീകരിച്ച് മന്ത്രി സണ്ണി ജോസഫ്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരിയുടെ ഭർത്താവിനെ നിയമിച്ചതിനെ ന്യായീകരിച്ച് മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി തോമസിന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡാണെന്നും ബന്ധു എന്ന നിലയിൽ അല്ല നിയമിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അപേക്ഷ വിളിച്ച് പരീക്ഷ നടത്തി അഭിമുഖം നടത്തിയെടുക്കുന്ന നിയമനമല്ല പേഴ്സണൽ സ്റ്റാഫ് എന്നും മന്ത്രി പറഞ്ഞു. CBSE 12ാം ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണ്ണയം സ്വകാര്യ ഏജൻസിയായ കോയംറ്റ് തുടരും. CBSE 12ാം ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണ്ണയത്തിൽ സ്വകാര്യ ഏജൻസിയായ കോയംറ്റ് തുടരും. മൂല്യനിർണ്ണയത്തിനായി OSM പ്ലാറ്റ്ഫോം ഉപയോഗിക്കും. കോയംറ്റ് സെർവറുകളിൽ നിന്നും ഉത്തരക്കടലാസിന്റെ വിവരങ്ങളും രേഖകളും CBSE സെർവറുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. കൊച്ചിനെ താഴെയിട്ട് ചവിട്ടി ഭർത്താവിന്റെ കഴുത്തിന് പിറകിലടിച്ചു. തലസ്ഥാനത്ത് ഗുണ്ട ആക്രമണം. തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ട ആക്രമണം. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന പിതാവിനെയും 17 വയസ്സുകാരനായ മകനെയും ഗുണ്ട നേതാവ് തകരപ്പറമ്പ് കുട്ടന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മർദ്ദിച്ചത്. വാഹനം മാറ്റുവാൻ ഹോൺ മുഴക്കിയതാണ് പ്രകോപന കാരണമെന്ന് പ്രാഥമിക നിഗമനം. സാലറി ഈസ് ജസ്റ്റ് എ നമ്പർ ഡാ. മനസമാധാനം മുഖ്യം ബിഗിലെ. ബംഗളൂരുവിലെ 1.4 ലക്ഷം രൂപയേക്കാൾ നല്ലത് ഉദയ്പൂരിലെ 40,000 രൂപ. വൈറലായി താരതമ്യം. ഉയർന്ന ശമ്പളം മികച്ച ജീവിതത്തിലേക്ക് നയിക്കുമോ എന്നൊരു ചർച്ച റെഡിറ്റിൽ നടക്കുകയാണ്. 2 സ്ഥലങ്ങളിലെ ശമ്പളവും ജീവിത രീതിയും താരതമ്യം ചെയ്ത് ഒരു റെഡിറ്റ് ഉപയോക്താവ് എഴുതിയ കുറിപ്പാണ് ചർച്ചയ്ക്ക് കാരണമായത്. ജന്മനാടായ ഉദയ്പൂരിലെ 40,000 രൂപ ബംഗളൂരുവിലെ 1.4 ലക്ഷത്തേക്കാൾ മികച്ചതായി തോന്നിയത് എന്തുകൊണ്ട് എന്ന തലക്കെട്ടിലാണ് പോസ്റ്റ് പങ്കുവച്ചത്. വെളുപ്പിന് 2 മണിക്കും ഉറങ്ങാതെ ബംഗളൂരു നഗരം. വൈ ബംഗളൂരു വൈ എന്ന ചോദ്യത്തോടെ പങ്കുവച്ച ട്രാഫിക് ജാമിന്റെ ചിത്രം വൈറലാകുന്നു. ബംഗളൂരുവിലെ ട്രാഫിക് ജാം ഒരു പുതിയ കാര്യമല്ല. എന്നാൽ ഇത്തവണ ബംഗളൂരു നിവാസികളെ ഞെട്ടിച്ചത് വെളുപ്പിന് 2 മണിക്കുള്ള ട്രാഫിക് ജാം കാണിക്കുന്ന ചിത്രമാണ്. സിദ്ധാന്ത് എന്ന എക്സ് ഉപയോക്താവാണ് വൈ ബംഗളൂരു വൈ രാത്രി 2 മണിയാണ് സീരിയസ്ലി എന്ന ചോദ്യത്തോടെ ചിത്രം പങ്കുവച്ചത്. പെട്ടെന്നാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത്. മിനിമം ട്രാഫിക് പ്രതീക്ഷിക്കുന്ന സമയത്തെ ഗതാഗത തടസ്സമാണ് വിഷയം ചർച്ചയാക്കുവാൻ ഉപയോക്താക്കളെ പ്രേരിപ്പിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മതതീവ്രവാദിയാക്കി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതി അന്വേഷണം തുടങ്ങി. ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായ നടൻ ടിനി ടോമിനെതിരെ നടി അൻസിബ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് പോലീസ്. കടവന്ത്ര പോലീസ് തിങ്കളാഴ്ച അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തും. താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുതിർന്ന താരങ്ങൾ ഇടപെടുവാൻ വൈകരുതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. പൂക്കളും പുസ്തകങ്ങളുമേന്തി മാസ്കുമിട്ട് 100 കണക്കിന് പാറ്റകൾ തെരുവിലിറങ്ങി. യുവാക്കൾ ഇനി ഒന്നിനും ഭയക്കേണ്ടെന്ന മുദ്രാവാക്യങ്ങൾ തരംഗം സൃഷ്ടിച്ച് CJP പ്രതിഷേധം. പരീക്ഷാ ക്രമക്കേടുകളിൽ രാജ്യതലസ്ഥാനത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ 100 കണക്കിന് പേരാണ് പങ്കെടുക്കുന്നത്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകുവാൻ CJP സ്ഥാപകൻ അഭിജിത് ദീപ് ഇന്ന് രാവിലെയാണ് അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്നും ഡൽഹിയിലെത്തിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.